ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിനെ പറ്റിയിട്ടും അതിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ അതിലുള്ള ഇൻവോൾവ്മെന്റിനെ പറ്റിയിട്ടുമാണ്. എന്നാൽ അവിടെ നമ്മൾ ബാക്കി വെച്ച ഒരു കാര്യമുണ്ട്, അതായത് ടു ബി സ്പെസിഫിക് എങ്ങനെയാണ് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓരോ 5 മിനിറ്റ് ക്യാൻഡിലും ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തീരുന്നതിനിടയിൽ വളരെ നല്ല രീതിയിലുള്ള വോളറ്റിലിറ്റി മൂവ്മെന്റ്സും കാണാം. ഈവൻ 1 മിനിറ്റ് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ചാർട്ട് ലൈവ് മാർക്കറ്റിൽ മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റിന്റെ ഫ്രാക്ഷൻ ഓഫ് എ മിനിറ്റിൽ തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റ്സും പലതരത്തിലുള്ള വോളറ്റിലിറ്റിയും സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ടു ബി സ്പെസിഫിക് എങ്ങനെയാണ് ആ സ്റ്റോക്ക് പ്രൈസ് അവിടെ മൂവ് ചെയ്യുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഉറപ്പായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ലിറ്ററസി എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യക്തതയോടെ വിജയം വരെയും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. വെൽക്കം ടു ദ വീഡിയോ. ഓരോ സെക്കൻഡിലുമുള്ള സ്റ്റോക്ക് പ്രൈസിന്റെ മൂവ്മെന്റിനെ പറ്റിയിട്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് LTPയെ പറ്റിയിട്ടാണ്. എന്താണ് LTP? LTP എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ എല്ലാവരും ഒരു സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ, ഒരു പർട്ടിക്കുലർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിനെ എടുത്ത് നോക്കുമ്പോൾ ആ സ്റ്റോക്കിന്റെ പേരിന്റെ കൂടെ കിടക്കുന്ന ഒരു പ്രൈസ് ഉണ്ടാവും അല്ലെ, അതാണ് ആ സ്റ്റോക്കിന്റെ പ്രൈസ്. ഇപ്പൊ ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസ് എത്രയാണ് എന്ന് നമ്മളടുത്ത് ഒരാൾ ചോദിച്ചത് നമ്മൾ ഉറപ്പായിട്ടും ഫോൺ എടുത്ത് നോക്കിയിട്ട് ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസ് പറയും. ഇപ്പോൾ 807 രൂപ 35 പൈസയാണ് ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും, ആക്സിസ് ബാങ്കിന്റെ കൂടെ തന്നെ ആ ഒരു പേര് എഴുതിയിട്ടുണ്ട് അല്ലെ, അല്ല ആ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പറാണ് മാർക്കറ്റ് ടൈമിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറന്റ് മാർക്കറ്റ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ആയതുകൊണ്ട്, മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ഉറപ്പായിട്ടും അത് സ്റ്റാഗ്നന്റ് ആയിട്ട് അനങ്ങാത്ത ഒരു നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ നമ്പർ മൂവ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് ആക്ച്വൽ റീസൺ. ബട്ട് അതിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു വേഗ് റിപ്ലൈ ആയതുകൊണ്ട് തന്നെ ടു ബി സ്പെസിഫിക് ഇത് എങ്ങനെ മൂവ് ചെയ്യുന്നു നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്തായാലും 807 രൂപ 35 പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ആ ഒരു എമൗണ്ട് LTP ആണ്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതാദ്യം നമ്മൾ മാറ്റണം. LTP എന്ന് പറഞ്ഞ് കാണുന്ന ആ ഒരു പ്രൈസ് അല്ല നമ്മളിപ്പോൾ മാർക്കറ്റിൽ ചെന്നിട്ട് മാർക്കറ്റ് ഓർഡർ ഇട്ടിട്ട് ആക്സിസ് ബാങ്കിന്റെ ഷെയർ ബൈ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് LTPയിലായിരിക്കില്ല. കാരണം LTP എന്ന് പറയുന്നത് സിംപ്ലി ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ്. അതായത് മാർക്കറ്റിൽ ലാസ്റ്റ് ഏറ്റവും അവസാനം നടന്ന ഒരു ട്രേഡിൽ ഒരു സെല്ലർ തൻ്റെ കയ്യിലിരുന്ന ഷെയർ ബയ്യർക്ക് കൊടുത്ത് കൈമാറിയപ്പോൾ അവർ കൈകോർത്ത ആ ഒരു ട്രാൻസാക്ഷനിൽ നടന്ന ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് LTP. അല്ലാതെ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിച്ചാലോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടാലോ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് അല്ല LTP എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 807 രൂപ 35 പൈസയാണ് LTP എങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ഓർഡർ ഇട്ടിട്ട് ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 807 രൂപ 35 പൈസയ്ക്ക് പകരം 36 പൈസയ്ക്കോ 808 രൂപയ്ക്കോ അറൗണ്ട് LTPയിലായിരിക്കും ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. LTP എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ മനസ്സിലായെങ്കിൽ എന്താണ് LTPയെ ഡിറ്റർമിൻ ചെയ്തത്, എന്തുകൊണ്ട് 807 രൂപ 35 പൈസ, എന്തുകൊണ്ട് അത് 800 രൂപ ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രൈസ് എങ്ങനെ കൃത്യമായിട്ട് ആ ഒരു എക്സാക്ട് എമൗണ്ടിൽ വന്നു, അത് എങ്ങനെ അടുത്ത എമൗണ്ടിലോട്ട് മൂവ് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാർട്ട് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ട് ഇതിന്റെ മൂവ്മെന്റിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ മാത്രമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സിനോറിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പേരാണ്, അതിൽ 2 പേരുകളാണ് ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്. എന്താണ് ബിഡ്, എന്താണ് ആസ്ക്? ബിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹയസ്റ്റ് പ്രൈസ് എ ബയർ ഈസ് വില്ലിംഗ് ടു പേ. നമ്മളൊരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെല്ലറിൻ്റെ അടുത്ത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൊടുക്കാൻ താല്പര്യമുള്ള ഒരു വില പറയും. ഓക്കെ, അതാണ് നമ്മുടെ ബിഡിങ് പ്രൈസ്. നമ്മൾ ഒരിക്കലും വില കൂട്ടി പറയില്ല, നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വില നമ്മൾ പറയും. ആ ബൈക്ക് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ, അതിനെപ്പറ്റി പഠിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മാക്സിമം പ്രൈസ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബയ്യറാണ്, അവിടെ നമ്മൾ പറഞ്ഞ പ്രൈസ് ആണ് ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ സെല്ലർ പറയുന്നു, സെല്ലറിന് ആ ബൈക്കിനെ പറ്റി അറിയാം, സെല്ലർ ആഗ്രഹിക്കുന്ന ഒരു വില ഉണ്ടാവും, ആ പ്രൈസ് ആണ് ആസ്ക് പ്രൈസ്. സെല്ലർ ബയ്യർക്ക് ഈ പറയുന്ന ബൈക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് സെല്ലർ പറയും. ഇത്രയും പ്രൈസ് ആണ് എനിക്ക് പറ്റുന്നത്, അതിൽ താഴോട്ട് പറ്റില്ല, അതാണ് ആസ്ക് പ്രൈസ്.
സോ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് മാർക്കറ്റിലും വർക്കിംഗ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബൈക്കിനെ പറ്റി പറയുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിലയുണ്ട്. അതാണ് ഇവിടെ നമ്മുടെ സെല്ലർ എന്നുള്ള കേസിൽ ആസ്ക് പ്രൈസ്. അതേപോലെ തന്നെ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബിഡും ആസ്ക് പ്രൈസും മാർക്കറ്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആൾക്കാരുടെ ഇപ്പോൾ ബയ്യർ ബൈ ചെയ്യുന്നു, സെല്ലർ സെല്ല് ചെയ്യുന്നു, ഇവരുടെ എല്ലാം പേഴ്സ്പെക്റ്റീവ് ഡിഫറൻ്റ് ആയിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് പേഴ്സ്പെക്റ്റീവ്, പല തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവിലായിരിക്കും അവർ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ കാണുന്നത്. ഐഡിയാസ് ഡിഫറൻ്റ് ആയിരിക്കും, വ്യൂകളും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും ഡിഫറെൻറ്റ് ഓർഡറുകളായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസുകളായിരിക്കും. അപ്പോൾ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും ഇങ്ങനെ മാർക്കറ്റിൽ അടിഞ്ഞു കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെയാണോ ഒരു ബിഡ് പ്രൈസും ഒരു ആസ്ക് പ്രൈസും കോയിൻസൈഡ് ചെയ്യുന്നത്, അപ്പോഴാണ് ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ആ എക്സിക്യൂട്ട് ആയ ഓർഡർ നടന്ന പ്രൈസാണ് LTPയിൽ കാണിക്കുന്നത്. അപ്പോൾ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും എന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ആ ഒരു വില വ്യത്യാസമാണ്. അവർ ആഗ്രഹിക്കുന്നതും അവർ വിൽക്കാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള ആ ഒരു വില വ്യത്യാസമാണ്. ഞാൻ അത് നേരത്തെ പറഞ്ഞു. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഈ വില വ്യത്യാസങ്ങൾ കോയിൻസൈഡ് ചെയ്യുന്നത്, ആ കോയിൻസൈഡ് ചെയ്യുന്ന ബയ്യറും സെല്ലറിൻ്റെയും ക്വാണ്ടിറ്റി തമ്മിലായിരിക്കും ഓർഡറുകൾ എക്സിക്യൂട്ട് ആവുന്നത്. ആ ഓർഡറാണ് LTP ആയിട്ട് കാണുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ടാണ് ഓരോ മിനിറ്റിലും സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് പുറമെ മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പെട്ടെന്നുള്ള മൂവ്മെന്റ് കണ്ടിട്ടില്ലല്ലോ. ബിഡും ആസ്കും അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡും ഒക്കെ ചുറ്റുവട്ടത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഷാർപ്പും ഫാസ്റ്റുമായിട്ടുള്ള മൂവ്മെന്റ് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വോളിയത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നത്. അത്രയും ഹൈ വോളിയത്തിൽ, അത്രയും പല തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വ്യൂസ് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ പല ബിഡും പല ആസ്കും അത്രയും കൂടുതലായിട്ട് നടക്കുമ്പോൾ ഈ പറയുന്ന മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ LTP സംഭവിക്കുന്നത് പലതരത്തിൽ വേരിയഡ് ആയിട്ടുള്ള പ്രൈസിലായതുകൊണ്ട് സ്റ്റോക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ചാർട്ട് എന്നുള്ളത് കൊണ്ട് ചാർട്ടിൻ്റെ മൂവ്മെൻറ്റും ആ രീതിയിലുള്ള വോളാറ്റിലിറ്റി നമുക്ക് കാണിക്കും. ചുരുക്കി പറഞ്ഞാൽ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബിഡ് ആസ്ക്. അപ്പോൾ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടായ ഡൈവേഴ്സിഫൈഡ് മൂവ്മെന്റ് കാരണം ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും മാറുന്നത് കൊണ്ടും അതിൻ്റെ കോയിൻസൈഡിങ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും തന്നെയാണ് സ്റ്റോക്ക് പ്രൈസ് അത്രയും വോളറ്റൈലായിട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ടുള്ള മറ്റു ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.